ആദ്യത്തെ ഇന്ന് ഇംതിയാസിന്റെ നൈഫിന്റെ ലാസ്റ്റ് ഡേയാ. ഇംതിയുടെ നൈഫിന്റെ ലാസ്റ്റ് ദിവസമാണ്. സങ്കടമുണ്ട് ശരിക്കും. ജനുവരി 31 ദിവസം ഒരു കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ട് അവർ തിരിച്ച് ക്യാപ്റ്റമിനിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ അതാ ഇന്നത്തേക്കാണ് എത്തിയിട്ടുള്ളത്. സങ്കടമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണം കഴിച്ചിട്ടുള്ള സമയങ്ങൾ വൈകുന്നേരങ്ങൾ ഇതെല്ലാം അവരെ മിസ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്ത് ചെയ്യാൻ, നമ്മളെ ലൈഫ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. സങ്കടം. ചിക്കൻ ബിരിയാണിയിൽ മുട്ട തന്നില്ല. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയ ഒരു ഫീലാണ്. പക്ഷേ ലൈവിനോട് കണ്ടപ്പോഴേ പറഞ്ഞു നമ്മളൊന്ന് നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു. പക്ഷെ അവനെങ്ങും പോകുന്നത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. Meenu. Hello vlog. My God, I am in the Meenu vlog. in our vlogs. Meenu, say something about Naif and Imtiaz. Naif was a potential posh candidate. One more year he stayed in the office, he could have hired 3 more posh for him. And MT, you try not to speak Hindi ever. My please suggestion. Somebody says if you can, if you're trying to listen to a song, try to remember the lyrics. I know Hindi. You know Hindi? Please don't. Please, भगवान के लिए माफ करें हमें. Cameo Sanjata വന്നു പിന്നെ. Taran Chetan with us all the time. Introducing Jovita in our YouTube. running. നൈഫ് രണ്ടുപേരും ഭയങ്കര വിഷമാണ്. എന്നുവെച്ചാൽ RDC അല്ലല്ലോ ആദ്യമായിട്ട് കണ്ടത്. കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഞാൻ ആദ്യമായിട്ട് കാണുന്ന എപ്പോന്നറിയോ, ഞങ്ങൾ ലിഫ്റ്റിൽ ഇങ്ങനെ പോകുന്ന ഞാൻ മലയാളം പറഞ്ഞോണ്ടിരുന്നത് അല്ല എന്തോ ഞാളെന്തോ ലിഫ്റ്റിന്റെ വെയിറ്റ് കൂടുക, താഴോട്ട് പോകും മേലോട്ട് പോകുന്നതോ ശ്രീനാട്ടൻ എൻ്റെ അടുത്ത് ഒരു കൗണ്ടർ കൊണ്ട് ഓഫീസ് ടൈം കഴിഞ്ഞില്ലേ, ഇനിയും വേണോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര വിഷമമാണ്. എന്നുവെച്ചാൽ കാണാൻ പറ്റും, നമ്മൾ ദിവസം കണ്ടില്ലെങ്കിൽ ആ ഒരു ഇടയ്ക്ക് കാണുന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് RDC ആര് പോയാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് നമ്മുടെ പിള്ളേർ പ്രത്യേകിച്ച് ആരെങ്കിലും പോയാലും ഭയങ്കര വിഷമമാണ്. ഇത് ചെയ്യാൻ One eternity later. രണ്ടുപേരി അത് ശ്രീനാഥ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായ കേക്ക് തികയൂല. അത് വേറെ കാര്യം. സാധാരണ കേക്ക് മുറിക്കുന്നത് നമ്മളൊരു സന്തോഷത്തിന്റെ പുറത്താണ്. പക്ഷേ ഇതിപ്പോ നമുക്കൊരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ RDCയിൽ കാണുന്നതും ഡെയിലി കാണുന്നതും യു ആർ അണ്ടർസ്റ്റാൻഡിങ് റൈറ്റ്. അല്ല അതൊരു കാര്യമല്ലേ. പക്ഷെ നമ്മളൊരു സന്തോഷത്തിന്റെ പുറത്തല്ല, എന്നാലും ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഒരു കേക്ക് മുറിക്കുന്നു എന്നുള്ളൊരിത്. പിന്നെ വേദ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കിയ കേക്ക് നമ്മൾ മുറിക്കുന്നു എന്നുള്ളൊരു ഫാക്ടറാണ് ഇതിലുള്ളത്.
എന്നാലും നമ്മൾ എന്നാലും മിസ് ചെയ്യും RNTVCയിൽ. എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണോ ഉള്ളത്, എന്നാലും മിസ് ചെയ്യും RNTVCയിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ അത് പറയണമെന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോ എന്നുള്ളൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. ചേച്ചിക്ക് ഒരു ഫോക്കസേ ഉള്ളല്ലേ. Only cake, no words. Small time with you guys, but it's very nice. And I'll remember all those memories for sure. You're going to trip now? ഡബിൾ കൺഫേം. ഡബിൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി. ഓ, അടിയിൽ ബിസ്ക്കറ്റ്. സൂപ്പർ കേക്ക്. മെൽറ്റ് ഇൻ ദ മൗത്ത്. മെൽറ്റ് ഇൻ ദ മൗത്ത്. Meenu, rate the cheesecake. Vedaji, 5 on 5. Thank you. ഒരു കേക്ക് നിനക്ക് മിസ് തിരിച്ചാടാ. നന്നായിട്ട് പോയിക്കോ. പൊക്കോ, പോയി ഫോട്ടോ എടുത്തേ. വായി കൊടുക്ക്. അല്ല, ഐ മീൻ കേക്ക് കൊടുക്ക്. നോക്കുമ്പോ ഒരു സാധാ ഒരു പാന്റ് ഇട്ടിട്ട് ഷർട്ടിന്റെ 2 ബട്ടൺ ഊരിയിട്ടിട്ട് ഒരു റബ്ബർ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ കക്കൂസിലെടുത്ത് ചെരുപ്പ്. മറ്റേ ഓഫീസില് ഞാൻ പ്ലാന്റിലൊക്കെ കണ്ട് പോയിട്ട് ബാഗ് എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ഞാനടുത്ത് ഏതോ വെണ്ടം കണ്ട കയറി വരുന്നത് നോക്കുമ്പോ അതെ എടാ ചെരുപ്പിന്റെ തിക്നെസ് ഇത്രേ ഉള്ളു. ഇത് ഏതവനാടേ ഇത് ഇങ്ങനെയൊക്കെ വരുന്നത്. അതായിട്ട് പിറ്റേ ദിവസം കണ്ട ഒരു ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഏതോ ഒരു സാരാ ഏതോ ഒരു അതായത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വേറെ ഏരോ ആണ്. ഇപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ തിരിയോ. പിന്നെ മുടി ഇങ്ങനെ മറ്റേ ഇതാക്കി ഇട്ടിട്ടുള്ളേ വരുന്നത്. ഞാൻ വിചാരിച്ചു ആരുടെ അപ്പൊ ഇത് ഇങ്ങനെ. പിന്നെയാണ് ഞാൻ ലിഫ്റ്റിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ മലയാളിയല്ലേ. പക്ഷെ അപ്പൊ ഞാൻ കണ്ടോണ്ടിരുന്ന വേദയായിരുന്നു. വേദ മറ്റേ ഇതിട്ടിട്ട് മറ്റേ ബ്ലാക്കിന്റെ ഒരു സാധനം എന്റെ അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റേ തല്ലാൻ വരുന്ന പോലെ. ചായ കുടിക്കാൻ പോകുന്ന രാവിലെ 11 മണിക്ക് ചായ, 12 മണി കഴിഞ്ഞിട്ട് ചായ, ഇടയ്ക്കിടയ്ക്ക് ചായ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിട്ടിട്ടു പുറകില് 2 ബോഡി ഗാർഡ് പോലെ 2 അമ്മമാര്. മറ്റേ M40 ചെയ്യണ ഒരു സൗണ്ട് എങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ സൗണ്ട് വേണമെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ.